തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും നീ ആരാന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രന്റെ സ്വന്തം മകളാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അലീനക്ക് ഒരുപാട് സന്തോഷാവാണ്. വിശ്വസിക്കാൻ കഴിയാതെ അലീന ബാലചന്ദ്രനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പോയിക്കോ, നീ ഇനി താഴേക്ക് പോയിക്കോ എന്ന് പറയും. അലീന അവിടെ നിന്ന് പോകുന്ന സമയത്തിന് ബാലചന്ദ്രൻ വിളിച്ച് പറയുന്നുണ്ട്, പലവരും യുദ്ധത്തിന് വന്നേക്കാം, അപ്പോൾ ഒപ്പം നിന്നോളണം എന്ന് പറയുന്ന സമയത്തിന് ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അലീന പോകുന്നത്. അലീന താഴേക്ക് ഇറങ്ങി വന്ന് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്തിന് അവിടെ നിൽക്കടി എന്നൊക്കെ പറഞ്ഞ് പുറകിൽ നിന്ന് വിളിക്കാണ് വൈജയന്തി. എന്തിനാണ് നിന്നെ ബാലചന്ദ്രനെ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, ഇന്ന് തൊട്ട് ബാലചന്ദ്രൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയും. ഓ, സാറിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, സാറിന് മരുന്ന് കൊടുക്കണം, ഫുഡ് കൊടുക്കണം, സാറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് സാർ ഉദ്ദേശിച്ചത് എന്ന് പറയും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ഇവിടെയുണ്ട്, നിന്നോട് ഇവിടെ നിന്നും പോകാൻ പറഞ്ഞത് ഞാനാണ്, അതുകൊണ്ട് മര്യാദക്ക് നീ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണമെന്ന് പറയും. എന്തായാലും നീ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണമെന്നിങ്ങനെ വൈജയന്തി കടുപ്പിച്ച് പറയുന്ന സമയത്തിന് അലീന ആകെ ധർമ്മസങ്കടത്തിലാവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ സങ്കടത്തോട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ബാലചന്ദ്രൻ മുകളിൽ നിന്നും വിളിച്ചു പറയുന്നത്. അങ്ങനെ അവൾ ഇവിടെ നിന്നും പോകുന്നത് തീരുമാനിക്കാൻ നീ ആരാണെന്നായിരിക്കും ബാലചന്ദ്രൻ ചോദിക്കുന്നത്. വൈജയന്തി പറഞ്ഞത് ഇവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ തീരുമാനിച്ചതാണ്, പിന്നെ ഇവൾ എന്തിനാ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വീട്ടിലേതായാലും ഇനി ഒരു വേലക്കാരിയുടെ ആവശ്യമില്ല, വെച്ച് വിളമ്പാനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ എനിക്കറിയാം. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അതൊക്കെ നിന്റെ ഇഷ്ടം, അതൊക്കെ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അലീന, നിന്നോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം, ഇനി തൊട്ട് ഈ വീട്ടിലെ ഒരു ജോലിയും നീ ചെയ്യണ്ട, ഇനി തൊട്ട് എൻ്റെ കാര്യം അമ്മയുടെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി, നിന്റെ ജോലിക്ക് ഇന്ന് തൊട്ട് ഞാനൊരു പ്രൊമോഷൻ തരുവാണ് എന്ന് പറയും. അലീനക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. വൈജയന്തി ആണെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ റെഡിയായിക്കൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കും. ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ഇനി തൊട്ട് അവളെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ അവർ എൻ്റെയും കൂടി ശത്രുവാണ്, ഇനി അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടാനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ തന്നെ 50,000 രൂപ മാസം സാലറി കൊടുത്ത് അവളെ ഞാൻ എൻ്റെ ജ്വല്ലറിയിലെ മാനേജറാക്കി വെക്കുമെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന സമയത്തിന് രോഹിത്തിനൊരു പുച്ഛമായിരിക്കട്ടോ, എന്നാലും വൈജയന്തിക്കാകെ ടെൻഷൻ. ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ്, അവൾക്ക് എന്ത് സാലറി കൊടുക്കുമെന്നൊക്കെ നിശ്ചയിക്കുന്നത് ഞാനാണ്, ഇനി നിങ്ങൾക്കാർക്കെങ്കിലും അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടണമെന്ന് തീരുമാനമുണ്ടെങ്കിൽ ദേ ഇപ്പം പറയണം, അവളെ ഇവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പം പറയണമെന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. വൈജയന്തിയും വൈജയന്തിയുടെ മക്കളും ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുമായിരിക്കും. ബാലചന്ദ്രൻ അകത്തേക്ക് കയറി പോകും. മുത്തശ്ശിയുടെ റൂമിലേക്ക് പേടിച്ച് വിറച്ചുകൊണ്ടായിരിക്കട്ടോ അലീന കയറി ചെല്ലുന്നത്. ഇതേ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ആകെ വിഷമത്തിലായിരിക്കട്ടെ മനുവിനോട് പറഞ്ഞിട്ട് അവളോട് ഇവിടെ നിന്ന് പോവരുതെന്ന് എനിക്കാവുന്ന തവണ ഞാൻ അവളോട് പറഞ്ഞു, പക്ഷേ അവൾ പോവാൻ തന്നെ തീരുമാനിച്ചു, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ച് മുത്തശ്ശിയുടെ വിഷമങ്ങളെല്ലാം തന്നെ മനുവിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനു പറഞ്ഞിട്ട് എന്താ ചെയ്യാം മുത്തശ്ശി, ഞാൻ ഏതായാലും അലീനയോടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയും. കൂടെ തന്നെ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് സംസാരിച്ചിട്ട് നോക്കിയിട്ടും കാര്യമില്ല, ആൻറ്റി അതിന് സമ്മതിക്കില്ല, പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യുമെന്നും പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ അലീന മുറിയിലേക്ക് കയറി വരുന്നത്. അലീനക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും, കരഞ്ഞുകൊണ്ട് തന്നെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അതും കണ്ടുകൊണ്ട് തന്നെ മനു ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത്, അങ്കിൾ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ട് എന്താ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന മനുവിനോട് പറയുന്നുണ്ട്, സർ എന്നോട് പറഞ്ഞത് ഇവിടെ നിന്നും പോവരുതെന്നാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതൊരു നല്ല കാര്യമല്ലേ, അതിനിപ്പോൾ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, എനിക്കറിയാം ഇതാകെ പ്രശ്നമാവും, സർ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് പോവരുതെന്നും ഇനി മുതൽ സാറിൻ്റെ ഭക്ഷണം മരുന്നും കാര്യങ്ങളെല്ലാം തന്നെ എന്നോട് നോക്കിയാൽ മതിയെന്നും മുത്തശ്ശിയുടെ സാറിൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ ഇനി നോക്കിയാൽ മതിയെന്നും ഈ വീട്ടിലെ ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്യേണ്ടെന്നും ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്നൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ മനു പറയുന്നുണ്ട്, അതെന്താ, അതൊന്നും നല്ല കാര്യമല്ലേ, നീ ഏതായാലും അതൊന്നും ചിന്തിച്ച് ടെൻഷൻ ആവണ്ട, അതല്ലെങ്കിലും നീ ചെയ്യേണ്ടുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നത് അതൊന്നും ശരിയാവില്ല, ഞാനിവിടെ നിൽക്കുന്നത് മാഡത്തിനൊട്ടും ഇഷ്ടമല്ല, സാറ് ശരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് മാഡത്തിനോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ സാർ എന്നോട് പറയാണ് ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ സാറും ഇവിടെ നിന്ന് പോകുമെന്ന് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയും. അന്നേരം മനു അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും ബാലചന്ദ്രൻ അങ്കിൾ ഇത്രമാത്രം കടുപ്പിച്ച് ഇവളോട് സംസാരിച്ചതെന്നങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതൊക്കെ ആകെ പ്രശ്നമാവും മനുവേട്ടാ, എനിക്കാകെ പേടിയാവുന്നുണ്ട്, മനുവേട്ടൻ അവരോട് രണ്ടുപേരോടൊന്ന് സംസാരിക്കാവോ, രണ്ടുപേരും ഇപ്പം നല്ല രീതിയിൽ തന്നെ ശത്രുതയിലാണ്, ഞാനാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും നടുക്ക് നിൽക്കണം, ഇതിനിടയിൽ കിടന്ന് ഞാനാണ് അനുഭവിക്കുന്നത്, എനിക്കൊതൊരിക്കലും പറ്റില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ നിന്ന് ഓർത്തതാണ്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അലീന ഭയങ്കര സങ്കടത്തിലായിരിക്കും. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവൻ പോവണ്ടെന്ന് പറഞ്ഞാൽ നീ ഇവിടെ നിന്ന് പോവണ്ട കൊച്ചേ, അതിനിപ്പോൾ നീ എന്തിനാ ഇത്രമാത്രം സങ്കടപ്പെടുന്നത് വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ് മുത്തശ്ശി.
അലീനയുടെ സങ്കടം കാണുന്ന സമയത്തന്നെ മനു പറയുന്നുണ്ട്, ഏതായാലും വല്യച്ഛനുണ്ട് വീട്ടിൽ, ഞാൻ പോയിട്ട് വല്യച്ഛനെന്ന് കാണട്ടെ, എന്നിട്ട് ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാൻ പറ്റുമെന്ന് ഞാൻ വല്യച്ഛനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയും. വല്യച്ഛനോട് ഞാൻ സംസാരിച്ചതിന് ശേഷം നിന്നോട് വന്ന് പറയാം, നീ ഏതായാലും ഒരു ദിവസത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അന്നേരം അലീന പറഞ്ഞിട്ട് അവർക്ക് എന്നോട് കുഴപ്പമൊന്നുമില്ല, ഇവിടെ വന്നപ്പോഴും അവരെന്നോട് ഒരുപാടധികം സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത്. പിന്നെ മാഡത്തിന് എന്നോട് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവരെല്ലാവരും എന്നോട് നല്ല രീതിയിൽ തന്നെ പെരുമാറിയെന്ന് പറയും. നീ അപ്പം മനു പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, നീ ടെൻഷൻ അടിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. അങ്കിൾ ഏതായാലും രണ്ടും കൽപ്പിച്ചിട്ടാണ്, കാരണം ആ ബെഡ്റൂം മാറിയപ്പോഴേ എനിക്കത് മനസ്സിലായി. അങ്കിളിന് ഏതായാലും ആൻറ്റിയുടെ കൂടെ കഴിയാനൊന്നും ഇഷ്ടമില്ല, ഏതായാലും കുറച്ച് നാളത്തേക്കെങ്കിലും ആൻറ്റി അത് അനുവദിച്ചു കൊടുക്കല്ലേ വേണ്ടത്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൻറ്റിക്കും അറിയാവുന്നതല്ലേ, ആൻറ്റി ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്നത് ഒരു ഹൃദയരോഗിയാണ്, അപ്പോൾ ആ ഒരു ബോധമെങ്കിലും ആൻറ്റിക്ക് വേണ്ടേന്നൊക്കെ പറയും. എന്ത് ചെയ്യാൻ, വൈജയന്തിയുടെ സ്വഭാവമല്ലേ, മുത്തശ്ശിക്കും ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, അവൾക്ക് നീറിൻ്റെ സ്വഭാവമാണ്, അവൾ അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും വൈജയന്തിയെ കുറ്റപ്പെടുത്തി സംസാരിക്കും. എന്നാൽ ഈ ഒരു സങ്കടവും ടെൻഷനും ഒന്നും സഹിക്കാൻ വയ്യാതെ തന്നെ അലീന ഇങ്ങനെ മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടാ ഞാൻ ആരോടും പറയാതെ പെട്ടെന്ന് ഇവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയാലോ എന്ന് ചോദിക്കും. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ നിന്നോട് പറഞ്ഞത്, നീ എവിടെ നിന്നും പോയി കഴിഞ്ഞാൽ അങ്കിളും എവിടെ നിന്നും ഇറങ്ങുമെന്നല്ലേ, ഇപ്പോഴത്തെ വാശിക്ക് അതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അതിലേറെ നല്ലത് നീ ഇവിടെ തന്നെ നിൽക്കുന്നതല്ലേ നല്ലതെന്നും ചോദിക്കും. ടെൻഷൻ അന്നേരം അലീനക്ക് ആകെ സങ്കടമാണ്. അലീനയുടെ സങ്കടം കണ്ടുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട്, ഇപ്പോൾ ഏതായാലും അലീന ആകെ പെട്ടുപോയി, ഇനി ഏതായാലും പെട്ടെന്നൊന്നും അലീനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ താൻ പേടിക്കേണ്ടടോ, ഇവിടെ എല്ലാവരുമില്ലേ, തന്നാരും ഇവിടെ പൂട്ടിയിട്ടിട്ടൊന്നും ഇല്ലല്ലോ, പോവണമെന്ന് നിനക്ക് അത്രമാത്രം നിർബന്ധമാണെങ്കിൽ പോകാനുള്ള സാഹചര്യമുണ്ട്, അതുകൊണ്ട് താൻ ഇപ്പോൾ വെറുതെ ടെൻഷനാവൊന്നും വേണ്ട, നമുക്ക് ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞ് മനു അലീനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മക്കളെ രണ്ടുപേരും ഇങ്ങനെ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ബാഗ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോവാടി എന്ന് ചോദിക്കുന്ന സമയത്തിന് അമ്മക്കറിയില്ലേ ഞാൻ ട്യൂഷന് പോവാണെന്ന് പറയും. ബബിതയോട് എവിടെ പോവാണെന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ നോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറയും. അങ്ങനെ വൈജയന്തിയോട് പറഞ്ഞതിന് ശേഷം അവരങ്ങനെ ട്യൂഷന് പോകുന്നത് വൈജയന്തി പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് മനു ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വൈജയന്തി മനുവിനോട് വന്ന് പറയുന്നുണ്ട്, നീയല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആ അലീനയെ, അപ്പോൾ അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണെന്നല്ലേ നീ പറഞ്ഞത്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, നീ അവളെ ഇന്ന് തന്നെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളണം, അവളെ ഏതായാലും നീ ഇനി തൽക്കാലം ഇവിടെ നിർത്തണ്ട, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, ഇവിടെ അവളോട് നിൽക്കണമെന്ന് അങ്കിളല്ലേ തീരുമാനം പറഞ്ഞത്, പിന്നെ ഇപ്പം എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി പറയുന്നുണ്ട്, അത് തീരുമാനിക്കുന്നത് അങ്കിളല്ലല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറയും. അവളെ ഏതായാലും ഇവിടെ നിർത്തണ്ട, എങ്ങോട്ടെന്ന് വെച്ചാൽ നീ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളണം, വേണമെങ്കിൽ കടപ്പാട്ടൂരിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളണം, എനിക്ക് ഏതായാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയും. അന്നേരം മനു ഇങ്ങനെ വൈജയന്തിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്, ആൻറ്റി വെറുതെ ഇതിനകത്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും നോക്കരുത്, അത് പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടാവും, അങ്കിളിനോട് വെറുതെ ഈ സമയത്തൊരു യുദ്ധത്തിന് പോകരുത് എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട്, നീ നിന്റെ കാറ് നോക്കി പോകും എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെട്ട് അകത്തേക്ക് വരും. അന്നേരം മനു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ യുദ്ധം തുടങ്ങി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും. അന്നേരം വൈജയന്തി അകത്തേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് രോഹിതിനാകെ ടെൻഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിർത്താതെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് എന്താടാ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കുന്ന സമയത്തിന് രോഹിത് പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പോൾ അപ്സ്റ്റെയറിലേക്ക് കയറി വന്നില്ലേ, അതോടുകൂടെ എൻ്റെ പ്രൈവസി അങ്ങ് നഷ്ടമായില്ലേ എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താടാ അച്ഛൻ നിന്റെ മുറിയിലാണോ കിടക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് രോഹിത് പറയും, അല്ല ഞാൻ ഇനി മുകളിലേക്ക് വരും പോവുകയൊക്കെ ചെയ്യുന്ന സമയത്തിന് അച്ഛൻ്റെ മുന്നിലൂടെ വേണ്ടേ പോയുവാനും വരാനൊക്കെ, അച്ഛൻ്റെ കൺമുന്നിലൂടെയല്ലേ എല്ലാം പറ്റുള്ളൂ, ഇതെന്തൊരു കഷ്ടമാണെന്നൊക്കെ പറയും. എന്നാൽ ഈ സംസാരം കേട്ടുകൊണ്ടായിരിക്കട്ടെ മനു അകത്തേക്ക് കയറി വരുന്നത്. മനുവിനെ കണ്ടതോടുകൂടി തന്നെ രോഹിത് ഒന്ന് പതുങ്ങും, എന്നിട്ട് ഒന്നും മിണ്ടാനാവാതെ തലകുനിച്ച് മുകളിലേക്ക് കയറി പോവാണ് രോഹിത്. വൈജയന്തി മനുവിനെ കാണുന്ന സമയത്തന്നെ ചോദിക്കുന്നുണ്ട്, നീ പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് എൻ്റെ കാറിൻ്റെ കീ ഞാൻ മറന്നു, എന്നാൽ ഞാൻ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നിട്ട് ഡോറ് തട്ടിക്കൊണ്ട് തന്നെ അലീനോട് ആ കാറിൻ്റെ കീ എടുത്ത് തരാൻ പറയും. അങ്ങനെ കീ എടുത്തു വന്നതിന് ശേഷം മനു വീണ്ടും വൈജയന്തിയോട് സംസാരിക്കുന്നുണ്ട്, ആൻറ്റി ഇത്തിരി ഒന്ന് അയഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങളും തീരും, ആൻറ്റി അങ്കിളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി പറയുന്നുണ്ട്, അതിന് എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല, അലീനെ ഇവിടെ നിന്നും പറഞ്ഞു വിടണമെന്ന് പറഞ്ഞത് ഞാനാണ്, അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും അവൾ ഇവിടെ നിന്നും പോയിരിക്കണം, അവൾ ഏതായാലും ഇവിടെ നിന്നും പോവാനും തയ്യാറാണ് എന്നൊക്കെ പറയും. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കട്ടെ അലീന പുറത്തേക്ക് വരുന്നത്. അലീന വന്നുകൊണ്ട് തന്നെ മനുവിനോട് പറഞ്ഞിട്ട്, ഞാൻ ഇവിടെ നിന്നും പോവാൻ തയ്യാറായതാണ്, അത് വേറൊന്നും കൊണ്ടല്ല, അത് മാഡം കാരണം മാത്രമാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ നിന്നെ എന്താ ചെയ്തത് എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുന്ന സമയത്തിന് അലീന ഞാൻ ഇവിടെ വന്ന കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്, മാഡത്തിന് എന്നെ ഇഷ്ടമല്ലാന്നും മാഡത്തിന് എന്നെ കാണുന്നത് പോലും വെറുപ്പാണ്, ഇഷ്ടമല്ല എന്നൊക്കെ അതിങ്ങനെ കൂടെ കൂടെ പറയും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നും പോവാൻ തീരുമാനിച്ചത് എന്ന് പറയും.
അന്നേരം മനു ഇങ്ങനെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഇവിടെ നിന്ന് പോവണ്ടെന്ന് ഇവളോട് പറഞ്ഞു, ആൻറ്റി ഇവിടെ നിന്ന് പോവാനും ഇവളോട് പറഞ്ഞു, ഇതിലിപ്പോൾ ഏതാണ് ഇവൾ അനുസരിക്കേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ഞാൻ പറയുന്നത് അവൾ അങ്ങ് കേട്ടാൽ മതി എന്ന് വൈജയന്തി പറയുന്ന സമയത്ത് തന്നെ അലീന പറയുന്നുണ്ട്, എനിക്ക് ശമ്പളം തരുന്നവരെ അനുസരിക്കുകയാണ് അതിൻ്റെ രീതി എന്ന് പറയും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട്, നിന്റെ ശമ്പളം നാളെ തന്നെ ഞാൻ അങ്ങ് നിർത്തി തരാടി, അതിന് എന്താ വേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. മനു പറയുന്നത്, അങ്കിളാണ് ഇവളെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവളിവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് അങ്കിൾ തീരുമാനിക്കും. ആൻറ്റി ഒരിക്കലും ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തിന് പോവരുത്. മനു നേരെ അലീനോട് പറഞ്ഞിട്ട്, നീ ഇവിടെ നിന്നും എങ്ങോട്ടേക്കും പോവണ്ട, നിന്നെ അങ്കിളാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്, നിനക്ക് ശമ്പളം തരുന്നതും അങ്കിളാണ്, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാൽ മതി, എങ്ങോട്ടേക്കും പോവണ്ട എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടിട്ട്, എങ്കിൽ പിന്നെ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. മനു വീണ്ടും അലീനെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. വൈജയന്തി പറഞ്ഞിട്ട്, മനു നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് എനിക്കെതിരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, അതെപ്പോഴും ഞാൻ അങ്ങ് സഹിച്ചു തരുമെന്ന് നീ കരുതണ്ട എന്നൊക്കെ പറഞ്ഞു വൈജയന്തി ദേഷ്യപ്പെടും. എൻ്റെ ക്ഷമക്കും ഒരു പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുന്ന സമയത്തിന് മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്ത് ചെയ്യും, എന്താ എന്നെ എവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുമോ? എന്നെ എവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി അകത്തേക്ക് കയറി വരും, അല്ലാതെ ഇതുമാതിരി ഡയലോഗൊന്നും എന്നോട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് അലീനോട് പറഞ്ഞിട്ട്, അലീന ഏതായാലും ഞാൻ പോവാണ്, നാളെ എനിക്ക് എറണാകുളം വരെ ഒന്ന് പോകണം, ഒരു യാത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയോട് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ അലീനയെ നേരെ അകത്തേക്ക് കയറി പോവും. അലീന പോയതിനു ശേഷം മനു ഇങ്ങനെ വൈജയന്തിയോട് പറഞ്ഞിട്ട്, ഇവർ ആൻറ്റി അങ്കിളിനോട് യുദ്ധത്തിന് പോവേണ്ട ഒരു ആവശ്യമില്ല, അങ്കിളുടെ കാര്യങ്ങളൊക്കെ അലീന നോക്കുകയാണെങ്കിൽ അത് നോക്കട്ടെ, അതിന് ആൻറ്റി അനുവദിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ശരിയാവും. അന്നേരം വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്നെ ഉപദേശിക്കാനൊക്കെ ആയോ? അതിനൊന്നും നീ ആയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ മനു ഒരു പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ആണോ എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. മനു ഒരു കൂസലുമില്ലാതെ പുറത്തേക്ക് അങ്ങ് കയറി പോകുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. എടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അവൻ്റെ പിന്നാലെ അങ്ങനെ ദേഷ്യപ്പെട്ട് പോവാണ്. എങ്കിൽ മനുവിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുമായിരിക്കട്ടെ വൈജയന്തി. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി നാളത്തെ എപ്പിസോഡ് സൂപ്പർ കിഡിലൻ ത്രില്ലിംഗ് എപ്പിസോഡാണ് കേട്ടോ. അത് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.